ഈ കഥയുടെ ആരംഭം ഇവിടെ നിന്നാണ്. മുത്തശ്ശി ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു തൻ്റെ പേരക്കുട്ടിയെ നോക്കി. ലീന അവിടെ നിന്ന് കോഫി കുടിക്കുകയായിരുന്നു. മുത്തശ്ശി കണ്ണു തുറന്നത് കണ്ട് അവൾ വളരെ സന്തോഷിച്ചു. എന്നിട്ട് മുത്തശ്ശിയോട് അവൾ സംസാരിക്കാൻ തുടങ്ങി. മുത്തശ്ശി, ഇത്തവണ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് മുത്തശ്ശിയുടെ പഴയ വീട്ടിലേക്കാണ് പോകുന്നത്. മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടില്ലേ, അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ഏതോ ഒരു ജീവിയുണ്ടെന്ന്. ഞാനിത് എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോൾ അവരും അവരെ പോകുവാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഓ മുത്തശ്ശി, ഞാൻ വളരെ ഹാപ്പിയാണ്. മുത്തശ്ശി പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് കൊതിയാവുന്നു അവിടെയൊക്കെ പോകാൻ. ഇപ്പൊ ഞാൻ പോകാൻ പോകുന്നു. മുത്തശ്ശി പെട്ടെന്ന് പരിഭ്രമത്തോടെ ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ലീന മുത്തശ്ശിക്ക് വിശക്കുന്നു എന്ന് കരുതി ആഹാരവുമായി വന്നു. ആഹാരം കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശി ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം തേടുകയായിരുന്നു ആര്യയും ലീനയും പ്രിയയും. സാഹസികത ഇഷ്ടപ്പെടുന്ന അവർക്ക് യാത്രകൾ എന്നും ഒരു ഹരമായിരുന്നു. മുത്തശ്ശിയുടെ പഴയ വീട്ടിലേക്കൊരു യാത്ര പോകാൻ അവർ തീരുമാനിച്ചു. മുത്തശ്ശിയുടെ വിലക്ക് അവരുടെ സാഹസികത കൂട്ടുകയാണുണ്ടായത്. ഭീകരജീവിയുടെ കഥ അവർ ചിരിയോടെ ഓർത്തു. അവരവിടെ വളരെ സന്തോഷത്തോടു കൂടി സമയം ചെലവഴിച്ചു. വളരെ സന്തോഷത്തോടെ ആഹാരം കഴിക്കുകയും തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും കാട്ടിലെ കുറച്ച് സ്ഥലങ്ങൾ ചുറ്റി നടന്നു കാണുകയും ചെയ്തു. അവർ ആ പകൽ മുഴുവൻ വളരെ സന്തോഷത്തിലായിരുന്നു. പാതിരാത്രിയിൽ ലീനയ്ക്ക് മാത്രം ഉറക്കം വന്നില്ല. ടക്ക് ടക്ക് എന്ന നേരിയ ശബ്ദം കേട്ട് അവൾ ജനാല തുറന്നു നോക്കി. ഇരുട്ടിൽ ചുവന്ന കണ്ണുകളുള്ള ഒരു വലിയ ഇരുണ്ട ജീവി അവളെ തുറിച്ചു നോക്കുന്നു. അവർ ഇരുവരും ഒരു ഞെട്ടലോടെ അതിനെ നോക്കിക്കണ്ടു. ഉടൻ തന്നെ ആ ജനൽ അടച്ചു. ആ ജീവി അവിടെ നിന്ന് മുരടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചില്ലുകൾ തെറിച്ച് അവരുടെ നേർക്ക് വന്നു. ആ വീട്ടിലെ ജനൽ തകർത്തിരിക്കുന്നു. അത് അവരുടെ അടുക്കലേക്ക് വരുന്നു. ആയുധവും കയ്യിൽ പിടിച്ച് ജീവിയെ നേരിടാൻ തയ്യാറായി നിന്നു.